ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോഴുള്ള ഈ ഒരു മാർക്കറ്റ് കണ്ടീഷൻ വെച്ചുകൊണ്ട് ഏതൊക്കെ രീതിയിലായിരിക്കും ബിറ്റ്കോയിൻ്റെ പ്രൈസ് വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമുള്ള ചാർട്ടിലാണ്. ഈ ഒരു ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ട്രെൻഡ് എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊരു ഡൗൺ ട്രെൻഡിലാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡൗൺ ട്രെൻഡിൽ തന്നെ നമുക്ക് കോമൺ ആയിട്ട് സംഭവിച്ചിട്ടുള്ള രണ്ട് ചാർട്ട് പാറ്റേൺസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും, അതായത് ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ഈ ഒരു ഏരിയ നോക്കിയാലും നമുക്ക് ഏകദേശം ഒരേപോലെയുള്ള ചാർട്ട് പാറ്റേൺസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് ആ ചാർട്ട് പാറ്റേൺസ് എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി മുൻപൊരു വീഡിയോയിൽ ഈ ഒരു ചാർട്ട് പാറ്റേണിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് പ്രൈസ് ഇപ്പോൾ ഈ നിൽക്കുന്ന ഏരിയ വരെ പ്രൈസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാർട്ട് പാറ്റേൺ ഞാൻ ഒന്നുകൂടെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം. അതായത് ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ രീതിയിൽ ഒരു ലോ ഷാഡോ ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോയിട്ടുണ്ട്. ദെൻ പ്രൈസ് അവിടെ ഒന്ന് കൺജസ്റ്റഡ് ആയിട്ടുണ്ട്. ദെൻ വീണ്ടും പ്രൈസ് ചെറുതായിട്ടൊന്നൊരു ഒരു ഫേക്ക് ഔട്ട് ഇവിടെ നടത്തിയിട്ടുണ്ട്. ദെൻ അതിനുശേഷം പ്രൈസ് നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഈ രീതിയിൽ പ്രൈസ് ഒരു ലോ ഷാഡോ ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് വരുന്നു. ദെൻ അവിടെ ഒന്ന് പ്രൈസ് കൺജസ്റ്റഡ് ആവുന്നുണ്ട്. ദെൻ അവിടെ ഒരു ഫേക്ക് ഔട്ട് നടത്തുന്നു. ദെൻ അവിടെ നിന്നും നേരത്തെ സംഭവിച്ച പോലെ തന്നെ താഴേക്ക് വരാനാണ് സാധ്യത എന്ന് നമുക്ക് ഈ ഒരു ചാർട്ട് പാറ്റേൺ നോക്കിക്കൊണ്ട് പറയാനായിട്ട് സാധിക്കും. ഇനി കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ഈ ഒരു ചാർട്ട് പാറ്റേൺ എടുക്കാനായിട്ട് പറ്റും. അതായത് ഈ രീതിയിൽ ഒരു ഡിസെൻഡിങ് പാരലൽ ചാനൽ നമുക്കിവിടെ വരയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പാരലൽ ചാനൽ വരയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് പ്രൈസിന് ഒരു റിജക്ഷൻ കിട്ടുകയും ദെൻ അവിടെ നിന്ന് താഴേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. പ്രൈസ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു റിജക്ഷൻ കിട്ടുകയും ദെൻ അവിടെ നിന്ന് പ്രൈസ് താഴേക്ക് വരാനായിട്ട് തുടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാർട്ട് പാറ്റേൺ ഈ രീതിയിൽ തന്നെയാണ് ഇവിടെയും ഫോം ആയിട്ടുള്ളത്. ഇവിടെ സംഭവിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഞാൻ മറ്റൊരു രീതിയിലും ഈ ഒരു ചാർട്ട് പാറ്റേൺ പറഞ്ഞു തരാം. അതായത് ഈ രീതിയിൽ നമുക്ക് രണ്ട് ട്രെൻഡ് ലൈൻസ് ഇവിടെ വരയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഈ രീതിയിൽ ഈ ട്രെൻഡ് ലൈൻസ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് പ്രൈസ് പോയിട്ടുണ്ടായിരുന്നത്. ദെൻ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം, ബ്രേക്ക് ഔട്ട് സംഭവിച്ചതിന് ശേഷം പ്രൈസ് നല്ല ശക്തമായിട്ട് തന്നെ താഴേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ചാർട്ട് പാറ്റേൺ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ രീതിയിൽ പ്രൈസ് ഈ രണ്ട് ട്രെൻഡ് ലൈൻസിലും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെ ഇവിടെയും സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ രീതിയിൽ കൃത്യമായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ ഇവിടെയും കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇവിടെ സംഭവിച്ചിട്ടുള്ള അതേ പാറ്റേൺ തന്നെ ഇവിടെയും ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതേ രീതിയിലുള്ള പ്രൈസ് ആക്ഷൻ തന്നെ ഇവിടെയും സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല ശക്തമായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ചാർട്ട് പാറ്റേണും കൂടി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഡൗൺ ട്രെൻഡ് തന്നെ നമുക്ക് കൺഫേം ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കാണാനായിട്ട് പറ്റുന്നത്. ഇനി ഞാൻ ഈ ഡ്രോയിങ്സ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ ബോളിഞ്ചർ ബാൻഡ് ഇടുന്നുണ്ട്. ബോളിഞ്ചർ ബാൻഡ് ഇടുമ്പോൾ നമുക്ക് ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഏരിയ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന ഈ ഒരു ഏരിയ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോളിഞ്ചർ ബാൻഡുകളുടെ വിഡ്ത്ത് വളരെ കുറഞ്ഞു വരുന്ന ഒരു കാഴ്ച കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബോളിഞ്ചർ ബാൻഡിൻ്റെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബോളിഞ്ചർ ബാൻഡിൻ്റെ വിഡ്ത്ത് കുറയുമ്പോൾ അവിടെ പ്രൈസ് ഒരു സൈഡ് വേസ് ആയിട്ട് നീങ്ങാനോ അല്ലെങ്കിൽ പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആയിട്ട് നീങ്ങാനായിട്ടുള്ള സാധ്യതകളാണ് അവിടെ കൂടുതൽ. എന്നാൽ ആ ഒരു സമയത്തിന് ശേഷം പ്രൈസ് കൺജസ്റ്റഡ് ആയിട്ട് ബോളിഞ്ചർ ബാൻഡിൻ്റെ വിഡ്ത്ത് കുറഞ്ഞ് പ്രൈസ് കൺജസ്റ്റഡ് ആയിട്ട് നീങ്ങുന്ന ആ ഒരു സമയത്തിന് ശേഷം വളരെ ശക്തമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് ബോളിഞ്ചർ ബാൻഡിൽ അല്ലെങ്കിൽ പ്രൈസിൽ കാണാനായിട്ട് സാധിക്കും. ബോളിഞ്ചർ ബാൻഡിൻ്റെ വിഡ്ത്ത് കൂടുന്നതിനോടൊപ്പം തന്നെ പ്രൈസും അതിനോടൊപ്പം തന്നെ വളരെ ശക്തമായിട്ട് തന്നെ മൂവ് ചെയ്തത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്ക് മുൻകാലങ്ങളിൽ ഈ രീതിയിൽ സംഭവിച്ചിട്ടുള്ള ഇവിടെ പ്രൈസ് ബോളിഞ്ചർ ബാൻഡ് ഒന്ന് വിഡ്ത്ത് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈസും ഒന്ന് കൺജസ്റ്റഡ് ആയിട്ടുണ്ട്. ദെൻ അതിനുശേഷം സംഭവിച്ചത് നമുക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു ട്രെൻഡാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്.
അതുപോലെ തന്നെ ഇവിടെയും പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആവുന്നുണ്ട്, ബോളിഞ്ചർ ബാൻഡിൻ്റെ വിഡ്ത്ത് കുറയുന്നുണ്ട്. ദെൻ അതിനുശേഷവും സംഭവിച്ചിട്ടുള്ളത് വളരെ ശക്തമായിട്ടുള്ള ഒരു ട്രെൻഡാണ്. ഓക്കെ, അപ്പോൾ ഏത് ഡയറക്ഷനിലേക്കായിരിക്കും ട്രെൻഡ് സംഭവിക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ബോളിഞ്ചർ ബാൻഡ് നോക്കിക്കൊണ്ട് പറയാനായിട്ട് സാധിക്കില്ല. എന്നാൽ നമുക്ക് ഓവറോൾ ട്രെൻഡ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ഡൗൺ ട്രെൻഡാണ്. സോ ഈ ഒരു ബോളിഞ്ചർ ബാൻഡിൻ്റെ വിഡ്ത്ത് കൂടുന്നതിനോടൊപ്പം തന്നെ, അതായത് ബോളിഞ്ചർ ബാൻഡ് ഇപ്പോൾ വളരെ കൺജസ്റ്റഡ് ആയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെ നമുക്ക് പ്രൈസിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ. ഓക്കെ, ഇപ്പോൾ ബോളിഞ്ചർ ബാൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഞാനൊരു വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. മുൻകാലങ്ങളിൽ പ്രൈസ് പെർഫോം ചെയ്തിട്ടുള്ള ഒരു രീതി വെച്ചുകൊണ്ട് ഇനി ഏതൊക്കെ രീതിയിലായിരിക്കും പ്രൈസ് പെർഫോം ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയാനായിട്ട് പോവാണ്. അതായത് ഞാനിവിടെ ഒരു 21 പീരീഡ് EMA യും 50 പീരീഡ് EMA യും 100 പീരീഡ് EMA യും ഇട്ടിട്ടുണ്ട്. ഈ വൈറ്റ് ലൈനാണ് 21 പീരീഡ് EMA, ഗ്രീൻ ലൈൻ 50 പീരീഡ് EMA ആണ്, യെല്ലോ ലൈൻ 100 പീരീഡ് EMA ആണ്. ഓക്കെ, അപ്പോൾ ഓരോ ക്രാഷിൻ്റെ സമയത്തും ഈ പ്രൈസ് ഏത് രീതിയിലാണ് ഈ ഒരു EMA ലൈനിനോട് ചേർന്നുകൊണ്ടോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പ്രൈസ് മൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു 2014, 2013 ടൈമിലെ ക്രാഷ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ EMA ലൈൻസിനെ എല്ലാം തന്നെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതായിരുന്നു ഈ ഒരു ക്രാഷിൻ്റെ ഒരു ബോട്ടം എന്ന് പറയുന്നത്. അതിനുശേഷം പ്രൈസ് ശക്തമായിട്ട് തന്നെ മുകളിലേക്ക് ഈ രീതിയിൽ ശക്തമായിട്ട് തന്നെ മുകളിലേക്ക് പ്രൈസ് പോയിട്ടുണ്ട്. അതിനുശേഷം 2018 ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് അവിടെ ക്രാഷ് ആയിട്ടുണ്ട്. ആ ഒരു ക്രാഷിൻ്റെ സമയത്തും ഈ ഒരു EMA ലൈൻസിനെ എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് വന്നിട്ടുണ്ട്. അതായിരുന്നു അന്നത്തെ ആ ഒരു ക്രാഷിൻ്റെ ബോട്ടം എന്ന് പറയുന്നത്. അതിനുശേഷവും പ്രൈസ് വളരെ ശക്തമായിട്ട് തന്നെ മുകളിലേക്ക് പോയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ആൻഡ് 2021 ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് താഴേക്ക് വരികയാണ്. അപ്പോൾ മുൻ വർഷങ്ങളിലെല്ലാം സംഭവിച്ച പോലെ തന്നെ ഈ ഒരു EMA ലൈൻസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് ഈ ഒരു ഏരിയയിൽ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് ഈ EMA ലൈൻസ് വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. അതായത് ഏകദേശം ഈ ഒരു രീതിയിലുള്ളൊരു പ്രൈസ് മൂവ്മെൻ്റ് ആയിരിക്കും നമുക്ക് നമുക്ക് ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ, ഇനി അങ്ങോട്ടുള്ള ആഴ്ചകളിൽ കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മുടെ 2018 എന്ന് പറയുന്ന ആ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സമയത്ത് ആ ഒരു ഏരിയയിലാണ് പ്രൈസ് ഒരു ബോട്ടമായിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധ്യതയുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു അനാലിസിസിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മുൻ വർഷങ്ങളിൽ ഏത് രീതിയിലൊക്കെയാണ് ബിറ്റ്കോയിൻ പെർഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് യാതൊരു തരത്തിലുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസായിട്ട് എടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളും ഒക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്, അടുത്തൊരു വീഡിയോയിൽ കാണാം.